ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വിശേഷ ദിവസങ്ങളിലും അല്ലാതെയും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായി മുട്ടയപ്പമാണ് ഉണ്ടാക്കിയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷമാണ് പായസം ഉണ്ടാക്കിയത്. ഇന്ന് കുട്ടികളെല്ലാം വീട്ടിലുള്ളൊരു ദിവസമാണ്. അന്നാണ് പായസം ഉണ്ടാക്കിയത്. അതിന് വേണ്ടത് 200 ഗ്രാം അരിയാണ്. അത് പായസത്തിൻ്റെ അരിയോ നേരിയ അരിയോ എന്തെങ്കിലും എടുക്കാം. അതിൻ്റെ നേരെ പകുതി 100 ചൊവ്വരി അരിയാണ് എടുത്തത്. പിന്നെ 2 പേക്ക് പാൽ, ഒരു ചെറിയ മിൽക്ക് മെയ്ഡ്, ആവശ്യത്തിന് പഞ്ചസാര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും. ഇതെല്ലാമാണ് ഇതിനാവശ്യമായി വന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരുന്നു. അങ്ങനെ ആയാൽ നമുക്ക് തയ്യാറാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആദ്യം തന്നെ വിറകടുപ്പിൽ തീയുണ്ടാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ അരി കുറച്ച് വെന്ത് വരുവാൻ വേണ്ടിയാണ്. അങ്ങനെ കുറച്ച് വെള്ളം വെച്ചു. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരി വാഷ് ചെയ്തിട്ടു. അരി പകുതി വന്നപ്പോൾ അതിലേക്ക് ഒരു പേക്ക് പാൽ പൊട്ടിച്ചൊഴിച്ചു. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നാം ചൊവ്വരി അരിയാണ് ഇട്ട് കൊടുത്തത്. ചൊവ്വരി അരി അതിലേക്ക് ഇട്ടിടും. ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ചൊവ്വരി അരി കുതിർത്ത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചൊവ്വരി അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വിറകടുപ്പിലല്ലേ ഉണ്ടാക്കുന്നത്, മെല്ലനെ അവിടുന്ന് വെന്ത് വരട്ടെ എന്ന് കരുതി. അങ്ങനെ 1/4 ഭാഗം എല്ലാം കൂടി വെന്ത് വന്നപ്പോൾ ഒരു പേക്ക് പാൽ കൂടി പൊട്ടിച്ചൊഴിച്ചു. ആ ടൈമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചൊവ്വരി അരിയും ഇട്ടതാണല്ലോ, അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നാം എടുത്തു വെച്ച മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തു. തികച്ചും ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. 3-4 ഏലക്കായും ചേർത്ത് കൊടുത്തു. അടുത്തതായി എല്ലാം കൂടി ഒരു 10 മിനിറ്റ് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നാൽ 2 സ്പൂൺ നെയ്യാണ് ഒഴിക്കേണ്ടത്. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടുക. അത് വറുത്ത് അതിലേക്ക് നെയ്യോട് കൂടി തന്നെ ഒഴിക്കുക. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, എൻ്റെ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ 2 ആഴ്ച വീഡിയോ ഇടാത്തത്. ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോക്കും ഞാൻ കമൻറ്റ് മറുപടി തരുന്നതാണ്. കുറച്ച് തിരക്കായിപ്പോയി. വിശേഷങ്ങൾ എന്തൊക്കെയല്ലോ പറയാനുണ്ട്. അത് ഓരോ വീഡിയോയിലായിട്ട് പറയാം. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക.